ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അനൂസ് ഓർബിറ്റ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത്. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് പാർട്ട് 2. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ YT സ്റ്റുഡിയോയിൽ അഥവാ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഷോർട്സും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം സെയിം രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അങ്ങനെ തന്നെയാണ് വീഡിയോസും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നായിരുന്നു. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും എൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണണം. എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അത് പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്കിനി എങ്ങനെയാണ് ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അതും ശരിയായ രീതിയിൽ YT സ്റ്റുഡിയോയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും അപ്ലോഡ് ചെയ്യാൻ ആദ്യം നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് എടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ് എന്ന് കാണും. ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഗാലറി പോയിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസ് വരും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയുള്ളത് ഷോർട്ട്, ലൈവ്, പോസ്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങളുടെ ഗാലറി പോയിട്ട് നിങ്ങളുടെ ഫോട്ടോസോ നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന പോസ്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മളിന്ന് ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഷോർട്സ് എടുക്കുക, ലെഫ്റ്റിൽ കാണുന്ന ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറി വരും. ഇതിൽ നിന്ന് നിങ്ങൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഷോർട്സ് സെലക്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ഞാനൊരു റാൻഡം ഷോർട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. ഒരു റാൻഡം വീഡിയോ ആണ്, 2 പൂച്ചക്കുട്ടികളുടെ. ഇവിടെ നിങ്ങൾക്ക് താഴെ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം, കൂട്ടിക്കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അപ്പോൾ അത് ഇങ്ങനെ വരും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ്, എഫക്ട്സ്, ഫിൽറ്റേഴ്സ് എന്നൊക്കെ കണ്ടില്ലേ, അതിൽ നമുക്ക് ഫിൽറ്റർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഒരുപാട് പലതരത്തിലെ ഫിൽറ്റേഴ്സ് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫിൽറ്റർ സെലക്ട് ചെയ്യാം വേണമെങ്കിൽ. പക്ഷേ ഈ ഫിൽറ്റേഴ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുഴപ്പം, ചിലപ്പോൾ ക്ലാരിറ്റി ഒരുപാട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ടെക്സ്റ്റ് എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഒരുപാട് കളേഴ്സ് ഉണ്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ കളറിൽ വരും. അതുപോലെ തന്നെ മൈക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഡിയോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മൈക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റിക്കേഴ്സ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വിസ് വെക്കണം, പോൾ വെക്കണം, Q&A വെക്കണം എങ്കിൽ ഈ ഒരു സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ താഴെ കാണുന്ന മൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ശബ്ദം കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഏറ്റവും മുകളിൽ കാണുന്ന ആഡ് സൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കൊടുക്കാം. ഇത് യൂട്യൂബ് നമുക്ക് തരുന്ന സോങ്സ് ആണ്, അതായത് YT സ്റ്റുഡിയോയിലെ സോങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനെ വരില്ല. എനിക്കിതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ വാഴ 2 സോങ് ആണ് കേട്ടോ സെർച്ച് ചെയ്തത്. അത് സെലക്ട് ചെയ്യാം, ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സോങ് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വോളിയം ബട്ടൺ കണ്ടോ, അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇവിടെ യുവർ ഓഡിയോ ഉണ്ട്, താഴെ ആ സോങ്ങും ഉണ്ട്. ഈ യുവർ ഓഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ശബ്ദമാണ്, നമ്മൾ സംസാരിക്കുന്ന ശബ്ദമാണ്. പിന്നെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന പാട്ടും. അപ്പോൾ ഇത് രണ്ടും 100%ായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾ സംസാരിക്കണേണ്, ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം. അപ്പോൾ മ്യൂസിക് ഒരുപാട് ഒച്ചയിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം ആരും കേൾക്കില്ല. അപ്പോൾ അത് നമ്മൾക്ക് വോളിയം കുറച്ച് കൊടുക്കാം, കണ്ടോ. അതുപോലെ നിങ്ങളുടെ യുവർ ഓഡിയോ, നിങ്ങളുടെ ശബ്ദമാണ് കൂടുതൽ കേൾക്കേണ്ടത്. അപ്പോൾ അത് 100% തന്നെ കൊടുക്കുക, അത് കുറക്കേണ്ട ആവശ്യമില്ല. ഇനി അതേസമയം നിങ്ങൾ സംസാരിക്കുന്നില്ല, ഇപ്പോൾ ഈ പൂച്ചക്കുട്ടിയുടെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നില്ല, അപ്പോൾ അത് രണ്ടും ഫുൾ വോളിയം 100% തന്നെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇവിടെയാണ് നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പെൻ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പെന്നാണോ അത് പെൻസിലാണോ, അത് എഡിറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പോൾ ഇങ്ങനെ വന്നു, നമ്മുടെ വീഡിയോ വന്നു. അപ്പോൾ നമ്മൾ തംബ്നെയിൽ കൊടുക്കേണ്ടത്, ഷോർട്സിന് നമ്മൾ തംബ്നെയിൽ കൊടുക്കുന്നത് നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം എടുത്തിട്ടാണ്. അപ്പോൾ ഇതാ നിങ്ങളിങ്ങനെ നോക്കുക, അതിൽ നിങ്ങൾക്ക്
നല്ല അട്രാക്റ്റീവായി തോന്നുന്ന ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് തംബ്നെയിലായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ അടിപൊളി തംബ്നെയിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മുകളിൽ കാണുന്ന ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ തംബ്നെയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം. നിങ്ങളുടെ ഈ വീഡിയോ റിലേറ്റ് ചെയ്തുള്ള ക്യാപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാൻ. അതും എപ്പോഴും ഒരു ലൈൻ മതിയാകുക. കാരണം നമ്മൾ ഷോർട്സ് കാണുമ്പോൾ നമ്മൾ ഒറ്റ ലൈനിലാണ് കാണുന്നത് ക്യാപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളൊരു 1-2 ലൈനൊക്കെ കൊടുത്താൽ, സെൻറ്റൻസൊക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആരും അത് വായിച്ചൊന്നും നോക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ഒറ്റ ലൈനിൽ കൊടുക്കുക. അതും ഒരു എന്താ പറയുക, നല്ലൊരു ക്ലിക്ക് ബൈറ്റ് ആയിരിക്കണം. ഒരു ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്ഷൻ വേണം കൊടുക്കാനായിട്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ChatGPTയോട് ചോദിക്കാം കേട്ടോ. ChatGPT നല്ല നല്ല ക്യാപ്ഷൻസ് ഒക്കെ തരും. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായതുകൊണ്ട് വെറുതെ എൻ്റെ പൂച്ചകൾ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം നമുക്കിനി #ആണ് കൊടുക്കേണ്ടത്. നമുക്ക് #ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള #സ് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഷോർട്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അത് 1.8 ബില്യൺ ഉണ്ട്. സോ നമ്മൾ ഷോർട്സ് കൊടുത്തു. അടുത്തത് നമുക്ക് വൈറൽ എന്ന് കൊടുക്കാം. അത് 866 മില്യൺ ഉണ്ട്. വൈറൽ കൊടുത്തു. ഇനി നമുക്ക് ട്രെൻഡിങ് എന്ന് കൊടുക്കാം. ഇത് മിക്കവരും കൊടുക്കുന്നതാണ് കേട്ടോ. അത് തന്നെയാണ് നമ്മളും കൊടുക്കുന്നത്. ട്രെൻഡിങ് എന്ന് കൊടുത്തു. ഇനി വേണമെങ്കിൽ YT ഷോർട്സ് എന്നോ യൂട്യൂബ് ഷോർട്സ് എന്നോ ഒക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും കൊടുക്കാം. ഇതിലാകെ 100 ലെറ്റേഴ്സ് 100 ലെറ്റേഴ്സ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ വീഡിയോനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്യാപ്ഷൻസ് കൊടുക്കുക. ഞാൻ ഇവിടെ ക്യാറ്റ് വീഡിയോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാറ്റ് ലവ് എന്ന് അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളിടുന്ന ഷോർട്ട് എന്തിനെ ബേസ് ചെയ്താണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ചിക്കൻ കറി ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ഈസി ചിക്കൻ റെസിപ്പി അല്ലെങ്കിൽ ചിക്കൻ കറി ഇൻ 10 മിനിറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ക്യാപ്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് വീഡിയോ ആണോ ഇടുന്നത് അതിനെ ബേസ് ചെയ്ത് ക്യാപ്ഷൻ കൊടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഒരുപാട് ടൈപ്പ് ചെയ്യുമ്പോൾ 100 ലെറ്റേഴ്സേ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ 100 ലെറ്റേഴ്സിനുള്ളിലുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളും വേണം നമുക്ക് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വരും, റൈറ്റ് എ ഷോർട്ടർ ക്യാപ്ഷൻ എന്ന് പറഞ്ഞു വരും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ടൈറ്റിൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാച്ചി ടൈറ്റിൽ കൊടുക്കുക. വ്യൂവേഴ്സിന് ആ ക്യാപ്ഷൻ കാണുമ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും എടുത്ത് കാണാൻ തോന്നണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ചാനലിൻ്റെ നെയിമാണ്. എൻ്റെ ചാനലിൻ്റെ നെയിം അനൂസ് ഓർബിറ്റ് എന്നാണ്. സോ അതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം എന്താണോ അത് നിങ്ങളിവിടെ കൊടുക്കുക. ചിലവരത് കൊടുക്കാറില്ല, പകരം വെറുതെ #സ് മാത്രം ഇട്ട് പോവും. #സ് ബാക്കി നമുക്കിനി ഡിസ്ക്രിപ്ഷനിൽ ഇടാനുള്ളതാണ്. അപ്പോൾ ഇത്രയും #s ഒക്കെ മതി. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് കൊടുക്കാം. അതുപോലെ താഴെ കണ്ടോ കിറ്റി TV, ക്യാറ്റ് ബ്ലോഗർ, ക്യാറ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അത് യൂട്യൂബ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന #s ആണ്. അത് ഏതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ കിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാറ്റ് ബ്ലോഗർ എന്ന് എന്ത് വേണേലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇത് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത ഒരു #ആണ് ഈ കിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ വിസിബിലിറ്റി ആദ്യം എടുക്കാം. ഇവിടെ പബ്ലിക് ഉണ്ട്, അൺലിസ്റ്റഡ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. നമുക്കിത് അൺലിസ്റ്റഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും അതിന് എന്തെങ്കിലും തരത്തിലെ ക്ലെയിംസ് വരുന്നുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അതിനൊരു പരിഹാരം കാണാം. നമ്മൾ അൺലിസ്റ്റഡ് ആണ് ഇടുന്നതെങ്കിൽ. നമ്മൾ ഒറ്റയടിക്ക് പബ്ലിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അൺലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. അതുപോലെ തന്നെ വ്യൂസ് കൂടുതൽ കയറുന്നത് അൺലിസ്റ്റഡ് ഇട്ടിട്ട് നമ്മൾ പബ്ലിക് ആക്കുമ്പോഴാണ്. അതുപോലെ ഏറ്റവും താഴെ സ്കെഡ്യൂൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വീഡിയോ എപ്പോഴാണ് വ്യൂവേഴ്സ് കാണേണ്ടത് ആ ഒരു ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെഡ്യൂൾ.
ഞാൻ പക്ഷേ സ്കെഡ്യൂൾ കൊടുക്കുന്നില്ല കേട്ടോ, അൺലിസ്റ്റഡ് കൊടുത്തിട്ട് ബാക്ക് അടിക്കാം. ഇനി സെലക്ട് ഓഡിയൻസ് എടുക്കാം. ഇത് നിങ്ങളുടെ വീഡിയോ, ഈസ് ദിസ് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ്? ഇത് കിഡ്സിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ ആണോ? അല്ലല്ലോ. അപ്പം നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ ഏജ് റെസ്ട്രിക്ഷൻ അത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ വരും, ഡു യു വാണ്ട് ടു റെസ്ട്രിക്ട് യുവർ വീഡിയോ ടു ആൻ അഡൽട്ട് ഓഡിയൻസ്? ഇല്ല. അപ്പം നോ, ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18. നിങ്ങൾ 18+ കോണ്ടന്റ് ഒന്നും അല്ല ആരും ഇടുന്നത്. അപ്പോൾ ഇത് കൊടുക്കാം. ഇനി 18+ കോണ്ടന്റ് ആണെങ്കിൽ മാത്രം മറ്റേത് കൊടുക്കാം. സോ ഇവിടെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. ഇനി അടുത്തത് ആഡ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഷോർട്സ്, വൈറൽ, ട്രെൻഡിങ്, ഇതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാഷ്ടാഗ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ യൂട്യൂബ് ഷോർട്സ് എന്ന് കൊടുക്കാം, YT ഷോർട്സ് എന്ന് കൊടുക്കാം, യൂട്യൂബ് ഓൾട്ടർനേറ്റീവ് എന്ന് കൊടുക്കാം. ഈ യൂട്യൂബ് ഓൾട്ടർനേറ്റീവ് എന്ന് എനിക്കറിയില്ലായിരുന്നു, ഇത് യൂട്യൂബ് തന്നെ എനിക്കൊരിക്കലും സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ ട്രെൻഡിങ് ഷോർട്സ് എന്ന് കൊടുക്കാം, വൈറൽ ഷോർട്സ് എന്ന് കൊടുക്കാം, വേണമെങ്കിൽ വൈറൽ വീഡിയോ എന്ന് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാഷ്ടാഗ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോ എന്തിനെ സംബന്ധിച്ചാണ് അതിനെക്കുറിച്ചുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ക്യാറ്റ് വീഡിയോസ്, കിറ്റൺസ് എന്നൊക്കെ ഇട്ടേക്കുന്ന പോലെ നിങ്ങളുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണോ അതിനെക്കുറിച്ച് വേണം പിന്നെ നിങ്ങൾ ഹാഷ്ടാഗ് കൊടുക്കാൻ. എന്നാൽ മാത്രമേ ഈ വ്യൂവേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇടുന്ന കോണ്ടന്റ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ആദ്യം അവരുടെ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ പേര് തന്നെ ഹാഷ്ടാഗിൽ കൊടുക്കാം. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ നെയിം അനൂസ് ഓർബിറ്റ് എന്നാണ്. സോ അങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാപ്പും സ്പേസ് ഒന്നും പാടില്ല, ഇങ്ങനെ തന്നെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജിയോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. ഇനി ലൊക്കേഷൻ നമുക്ക് കൊടുക്കണ്ട. പിന്നെ ഉള്ളത് റിലേറ്റഡ് വീഡിയോ. റിലേറ്റഡ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് നിങ്ങളിട്ട് ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഇതിനെ ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കിടാം. ഇപ്പോൾ ഈ പൂച്ചക്കുട്ടിയെ ബന്ധപ്പെട്ട വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. അതിന് റിലേറ്റഡ് വീഡിയോ നിങ്ങൾ എടുക്കുക. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷോർട്ട് വീഡിയോയോ അല്ലെങ്കിൽ ഫുൾ വീഡിയോയോ സെലക്ട് ചെയ്യാം. കണ്ടിപ്പോൾ ഞാനൊരു റിലേറ്റഡ് വീഡിയോയിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് വേണ്ടെങ്കിൽ വേറൊരു റിലേറ്റഡ് വീഡിയോ കൊടുക്കാം. ഇപ്പോൾ ഇതാ വേറൊരു വീഡിയോ ഞാൻ കൊടുത്തു. കണ്ടോ, സിമ്പിൾ എഡിറ്റിംഗ് ട്രിക്ക് ഫോർ ബിഗിനേഴ്സ്. ക്യാപ്കട്ടിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ആ ഒരു വീഡിയോസ് വരും. അത്രയേ ഉള്ളൂ. പിന്നെ ആഡ് ടു പ്ലേലിസ്റ്റ്, അത് നമ്മുടെ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആദ്യം ഏത് വീഡിയോ വരണം ഏത് ഷോർട്ട് വരണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ അടിയിലുള്ള പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും, പെയ്ഡ് പ്രൊമോഷൻ എന്ന് വരും. അത് നോ കൊടുക്കുക. ഈ വീഡിയോയും കാര്യങ്ങളൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ലല്ലോ, അപ്പോൾ നോ കൊടുക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നത് കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ ഇൻവൈറ്റ് എ കൊളാബറേറ്റർ ഉണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, സോ അത് കൊടുക്കണ്ട. കമൻസ് എപ്പോഴും ഓൺ കൊടുക്കുക. അവിടെ ബേസിക് എന്ന് കണ്ടോ നിങ്ങൾ, കമൻറ്റ് മോഡറേഷൻ ബേസിക്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രിക്റ്റോ ഹോൾഡ് ഓളോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ സ്ട്രിക്റ്റ് ഒക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ആരെങ്കിലും എന്തെങ്കിലും മോശം കമൻറ്റ് അയച്ചാൽ അത് നിങ്ങൾ പോലും കാണില്ല. അതിന് മുന്നേ തന്നെ അതെല്ലാം യൂട്യൂബ് ഹോൾഡ് ചെയ്യും. പിന്നെ അടുത്തത് ഹൂ ക്യാൻ കമൻറ്റ് എനിവൺ വേണം കൊടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മെമ്പേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ എനിവൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് എപ്പോഴും ഓൺ ആക്കി ഇടണം. നമ്മുടെ കമൻറ്റ് സെക്ഷൻ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ ഷോർട്സ് റിമിക്സിംഗ് എന്ന് കിടപ്പുണ്ട്. അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിംഗ് ഉണ്ട്. പിന്നെ അലോ ഓൺലി ഓഡിയോ റിമിക്സ് ഉണ്ട്. നമ്മൾ അലോ ഓൺലി ഓഡിയോ റിമിക്സിംഗ് ആണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, വേറൊരാളുടെ കോണ്ടന്റ് വേറൊരാളെടുത്ത് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നു. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അലോ ഓൺലി ഓഡിയോ റിമിക്സിംഗ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്ക് അടിക്കാം.
അടുത്തത് ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. ആട്രിബ്യൂട്ട്സിൽ AI യൂസ് എന്ന് പറയുന്ന ഇതെടുക്കുക. അവിടെ നമുക്ക് നോ കൊടുക്കാം. നമ്മൾ AI യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ AI യൂസ് ചെയ്തുള്ള വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കണം. ഇതിപ്പോൾ AI അല്ലാത്തതുകൊണ്ട് നോ കൊടുത്തു. പിന്നെ ടാഗ്സ് ആണ്. അത് നമുക്ക് ടാഗ്സ് എല്ലാം നമുക്ക് YT സ്റ്റുഡിയോയിൽ കൊടുക്കാം. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ബാക്ക് അടിക്കാം. ഇനി നിങ്ങൾക്കൊന്ന് റീചെക്ക് ചെയ്യാം. നിങ്ങളുടെ തംബ്നെയിൽ, ടൈറ്റിൽ, വിസിബിലിറ്റി അൺലിസ്റ്റഡ് തന്നെയാണോ കിടക്കുന്നതെന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷൻ നോക്കാം. എല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അപ്ലോഡ് ഷോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കണേന്ന് കണ്ടോ 51% എന്ന് കാണിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഇത് അപ്ലോഡ് ആവുന്ന സമയത്ത് നമുക്ക് YT സ്റ്റുഡിയോ എടുക്കാം. ഈ YT സ്റ്റുഡിയോയിൽ നമുക്ക് താഴെ കാണുന്ന കോണ്ടന്റിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് മുകളിൽ കാണുന്ന ആ ഒരു പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ നേരത്തെ യൂട്യൂബിൽ ചെയ്തു കൊടുത്ത സെയിം കാര്യങ്ങൾ തന്നെ YT സ്റ്റുഡിയോയിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡ് ആണ് കൊടുത്തത്. അതിവിടെയും അൺലിസ്റ്റഡ് തന്നെയാണ്. ഓഡിയൻസും അങ്ങനെ തന്നെയാണ്. ഡിസ്ക്രിപ്ഷനും നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. റിലേറ്റഡ് വീഡിയോ. പിന്നെ നമ്മുടെ ലൈക്സ്, ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ലൈക്സ് ഓഫ് ചെയ്ത് ഇടണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്ത് ഇടണമെങ്കിൽ ഓൺ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണത് വിസിബിൾ ആക്കണോ വേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ടാഗ്സ് ആണ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കൊടുത്തതാണ്. ടാഗ്സ് എടുക്കുക. ഇവിടെ AI യൂസ് നോ കൊടുത്തു. നമ്മൾ നേരത്തെ നോ കൊടുത്തായിരുന്നു. ഇനി കാറ്റഗറി എടുക്കുക. ഇവിടെ ഞാൻ എൻ്റർടൈൻമെൻറ്റാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ വീഡിയോ ഇടുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ എന്തെങ്കിലും ഗെയിമിങ്ങിനെ കുറിച്ചാണെങ്കിൽ ഗെയിമിംഗ് ഇടാം. മ്യൂസിക് ആണെങ്കിൽ അങ്ങനെ. സ്പോർട്സിനെ കുറിച്ചാണെങ്കിൽ സ്പോർട്സ് കൊടുക്കാം. ഇനി ആനിമൽസിനെ കുറിച്ചാണെങ്കിൽ പെറ്റ്സ് ആൻഡ് ആനിമൽസ് കിടക്കുന്നുണ്ട്, അത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ അടിയിൽ ആഡ് ടാഗ്സ് ഉണ്ട്. അതിൻ്റെ അടിയിൽ കണ്ടോ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ്, അത് അലോ എംബഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമുക്ക് മാറ്റി കൊടുക്കാം. കാരണം നിങ്ങളുടെ വീഡിയോൻ്റെയോ അല്ലെങ്കിൽ ഷോർട്സോ ഏതെങ്കിലും അതിൻ്റെ ലിങ്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇടണമെങ്കിൽ അവർ യൂട്യൂബിൽ തന്നെ കയറി ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് വീഴില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അലോ എംബഡിങ് നമുക്ക് മാറ്റി കൊടുക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ആരും ഡയറക്റ്റ് യൂട്യൂബിൽ കയറി കാണില്ല. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ആഡ് ടാഗ്സ് നമുക്ക് നേരത്തെ കൊടുത്ത അതേ ടാഗുകൾ തന്നെ കൊടുക്കാം. വൈറൽ, ട്രെൻഡിങ്, അതൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ കോമയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഷോർട്സ് എന്ന് കൊടുത്തു, എന്നിട്ട് കോമ ഇടുക. മറ്റേ #, ഇട്ട് കൊടുക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര #, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് നമ്മളുടെ വീഡിയോ എന്തിനെ റിലേറ്റ് ചെയ്താണോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ പൂച്ചക്കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യണേണ് ഒരു പൂച്ചനെ കുറിച്ചുള്ള ഒരു വീഡിയോ, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് നിങ്ങളിലോട്ട് വരണം. അത് യൂട്യൂബ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം. സോ ആ രീതിയിലുള്ള ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ടാഗ്സ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ചിന്തിക്കുക ഒരാൾ എന്ത് രീതിയിലായിരിക്കും ഇത് സെർച്ച് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ രീതിയിലായിരിക്കും ഇത് സെർച്ച് ചെയ്യാൻ പോകുന്നതെന്ന്. ഇവിടെ ഞാൻ എക്സ്ട്രാ സബ്സ്ക്രൈബ് എന്നും മില്യൺ വ്യൂസ് എന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ടാഗ്. സെയിം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമും കൊടുക്കുന്നുണ്ട്, അനൂസ് ഓർബിറ്റ്. അതുപോലെ ഇത് നിറച്ച് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമേ ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. സാധാരണ കുറേ ടാഗ്സ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം, കുറച്ചധികം ടാഗ്സ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്ക് അടിക്കാം.
ഇനി നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യാം? നമ്മൾ YT സ്റ്റുഡിയോ എന്നാണ് പാട്ട് അപ്ലോഡ് ചെയ്തതെങ്കിലും ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാം. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷനിൽ ആ പാട്ടിൻ്റെ ക്രെഡിറ്റ്സ് കൊടുക്കാം. അതിനുവേണ്ടി യൂട്യൂബ് എടുക്കുക, നിങ്ങൾ ആ പാട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ പാട്ട് വന്നു, ആ പാട്ടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ സോങ് ക്രെഡിറ്റ്സ് കിടപ്പുണ്ടാവും. അത് ഫുൾ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. നമുക്കിത് ഫുൾ സെലക്ട് ചെയ്തു. ഇനി കോപ്പിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്തു. ഇനി YT സ്റ്റുഡിയോ എടുത്തിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ പോവാം. അവിടെ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കണ്ടോ അപ്പോൾ ആ സോങ് ക്രെഡിറ്റ്സ് നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, അൺലിസ്റ്റഡ് ആയിട്ട് സേവ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമ്മൾ വയ്ക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊന്ന് വിസിബിലിറ്റി എടുക്കാം. നമുക്കിനി കൊടുക്കാനുള്ളത് പബ്ലിക്കാണ്. പബ്ലിക്ക് കൊടുത്ത് നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ എല്ലാ ജനങ്ങളും, അതായത് പബ്ലിക്ക് നമ്മളുടെ വീഡിയോസ് ആയാലും ഷോർട്സ് ആണെങ്കിലും കാണൂ. പക്ഷേ നമ്മളിപ്പോൾ അൺലിസ്റ്റഡ് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസോ മറ്റെന്തെങ്കിലും ക്ലെയിംസോ കാര്യങ്ങളോ യൂട്യൂബ് നമുക്ക് അയക്കുമ്പോൾ പറയുമ്പോൾ നമുക്കതിൽ മാറ്റങ്ങൾ വരുത്തണം, ഇല്ലേ? നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. സോ നമ്മൾ പബ്ലിക് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ആദ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആദ്യം അൺലിസ്റ്റഡ് ആയിട്ട് ഒരു 1-2 മണിക്കൂർ വെക്കുക. എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് സേവ് ചെയ്യാം. അതിന് മുന്നൊന്ന് റീചെക്ക് ചെയ്യും കേട്ടോ എല്ലാവരും. തംബ്നെയിൽ, ടൈറ്റിൽ, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പോൾ മാറ്റം വരുത്തണം. ഇനി ഒന്നും കൂടെ ഞാൻ വിസിബിലിറ്റി എടുക്കണേണ്, ഞാൻ പബ്ലിക് ആക്കണേണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പബ്ലിക് ആക്കിയത്. ഇനി നമുക്ക് സേവ് ചെയ്യാം. നിങ്ങൾ ആദ്യം അൺലിസ്റ്റഡ് ആക്കി സേവ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് ഇതേപോലെ എടുത്ത് പബ്ലിക് ആക്കി വീണ്ടും സേവ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് എടുക്കാം, നമ്മുടെ ചാനൽ എടുക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്സ് വന്നിട്ടുണ്ട്, കണ്ടോ? നമ്മൾ കൊടുത്ത ക്യാപ്ഷൻ നോക്കൂ, എൻ്റെ പൂച്ചകൾ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത് വന്നു. ഇനി നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ? ഷോർട്സ്, വൈറൽ, ട്രെൻഡിങ്, നമ്മൾ കൊടുത്ത എല്ലാ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക് ആക്കുമ്പോൾ കണ്ടോ വന്നു. നമുക്കിനി മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വേണമായിരുന്നെങ്കിൽ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ചേഞ്ചസ് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചേഞ്ചസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മളുടെ റിലേറ്റഡ് വീഡിയോ ഉണ്ട് താഴെ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വേറൊരു റിലേറ്റഡ് വീഡിയോ വരും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ശരിയായ രീതിയിൽ വീഡിയോസും ഷോർട്സൊക്കെ YT സ്റ്റുഡിയോ കയറി അപ്ലോഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അൺലിസ്റ്റഡായി വെക്കുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസോ ക്ലെയിംസോ ഒക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അൺലിസ്റ്റഡ് ആണെങ്കിൽ നമുക്കതിന് ചേഞ്ചസ് വരുത്താം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതേസമയം നമ്മൾ ഒറ്റയടിക്ക് പബ്ലിക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കോപ്പിറൈറ്റ് ഇഷ്യൂസോ എന്തെങ്കിലും ക്ലെയിംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.